പിന്നെ ചീഞ്ഞളിഞ്ഞതാണെങ്കിലും വികൃതമായതാണെങ്കിലും എല്ലാം നമ്മൾ അവിടെ ചെന്ന് നമ്മളാൽ കഴിയുന്ന സേവന പ്രവർത്തനങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു പോരുന്നു. ചുഴലിക്കാറ്റിൽ ഒട്ടനവധി, അതായത് 24 ആളുകളാണ് മരണപ്പെട്ടത്. കടലുണ്ടി ട്രെയിൻ അപകടത്തിൽ നിന്ന് ഒരു 13-14 വയസ്സായ വയറിന് അടിച്ച് പാട്ട് പാടുന്ന ഒരു നാടോടി കുട്ടിയുടെ ഒരു ബോഡിയാണിത്. സൗദി അറേബ്യയിൽ നിന്ന് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ മൃതശരീരം കൊണ്ടുവന്ന ഒരു ബോക്സാണിത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മഠത്തിൽ അബ്ദുൽ അസീസ് ഖാന്റെ വീട്ടിൽ വന്നതാണ് ഞാൻ. ജസ്റ്റ് അവരുമായിട്ടൊന്ന് സംസാരിക്കണം, കൂടുതൽ ഡീറ്റെയിൽ കേൾക്കണം. ഒരുപാട് വർഷമായിട്ട് അവർ ഈ പ്രവർത്തനങ്ങളുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനം നമ്മളെ മലബാറിലും കേരളത്തിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുതൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, എല്ലാ വലിയ സീരിയസ് പ്രശ്നങ്ങളുണ്ടെങ്കിലും വലിയ വലിയ ഡോക്ടേഴ്സ് വരെ വിളിക്കുന്നത് അബ്ദുൽ അസീസ് ഖാനാണ്. അപ്പൊ ഞാൻ അബ്ദുൽ അസീസ് ഖാനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ വീട്ടിൽ വന്നതാണ്. ജസ്റ്റ് അവരുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുക, ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം അവരുടെ അടുത്ത്. അപ്പൊ എന്തൊക്കെയാണ് സത്യത്തിൽ നിങ്ങൾ ഇതിന്റെ സ്റ്റാർട്ടിങ്, നിങ്ങൾ എങ്ങനെ ശരിക്കും ഇതിന്റെ ഈ പ്രവർത്തനത്തിലേക്ക് വരാനുള്ള കാരണം ഒന്ന് ആദ്യം ജനങ്ങളെ നമുക്കൊന്ന് അറിഞ്ഞു കൊടുക്കുക. സത്യം ഒന്നെന്താ വെച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 42 വർഷം മുമ്പേ എൻ്റെ ഉപ്പ മരിച്ചു. എൻ്റെ ഉമ്മ നേരം വെളുക്കോളും ഓല മറയും. നേരം വെളുത്തതിന് ശേഷം പിന്നെ ചൂടി പിരിച്ച് അങ്ങനെ വലിയ രീതിയിൽ ഉപജീവനമാർഗം കണ്ടെത്തിയിട്ടായിരുന്നു ഞങ്ങളെ വളർത്തിയിരുന്നത്. ഉപ്പ മരിച്ച് എൻ്റെ അനിയന്മാർ എത്തിങ്കാനയിലും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് എന്തെങ്കിലും ചെറിയ നാടൻപണിയൊക്കെ ആയിട്ട് പോയിക്കൊണ്ട് നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു ദിവസം എൻ്റെ സുഹൃത്ത് വഴി, അതായത് കോട്ടൂപ്പള്ളി എന്ന് പറഞ്ഞ അതിന് തൊട്ടടുത്ത് കോട്ടൂപ്പള്ളിക്ക് സമീപം ഒരു സ്ഥലത്ത് മണ്ണ് കടത്താൻ വേണ്ടി തോണിയിൽ മണൽ കൊണ്ടുവന്ന് ആ മണൽ തലയിൽ കയറ്റി ഒരു വീട്ടിൻ്റെ തറ നിറയ്ക്കുന്ന ഒരു ജോലിക്കാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഉൾപ്പെടെ 5 ആളുകൾ ആ ജോലിക്ക് പോയി ഞങ്ങളിങ്ങനെ തലച്ചുമ്പടും പേറി ഞങ്ങളെ വർക്ക് നടന്നു കൊടുക്കുമ്പോൾ സമയത്ത് ഏതാണ്ട് ഒരു 10 മണിയായ സമയത്ത് ഒരു കൂട്ടക്കരച്ചിൽ കേട്ട്, ഒരുപാട് സ്ത്രീകൾ കൂടി കരയുന്ന ഒരു കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആ പ്രദേശത്ത് പണിയെടുക്കുന്ന മുഴുവൻ ആളുകളും തലയിലെ ചുമട് മാറ്റിവെച്ച് ആ കരച്ചിൽ കേട്ട പ്രദേശത്ത് കൂടി. അവിടെ ചെന്നപ്പോൾ ഒരു ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ കുട്ടി വെള്ളത്തിൽ വീണിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രദേശത്തുള്ള കർഷക തൊഴിലാളികൾ, ആ പ്രദേശത്തെ പ്രദേശവാസികൾ, അതോടൊപ്പം ഒട്ടുമിക്ക ആളുകളും ഉണ്ട്. ആ കൂടെയാണ് ഞാൻ ഓടി അവിടെ എത്തിയത്. അപ്പം അന്ന് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു കാലവർഷം മഴ നല്ല രീതിയിലുണ്ട്. തോടും പറമ്പും വെള്ളമൊക്കെ പൊന്തിയിട്ട് വലിയ രീതിയിൽ ഒഴുക്കുള്ള ഒരു സമയമാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് നോക്കി ഉമ്മൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ എടുത്ത് ചാടിയ സമയത്ത് ചാടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മളോട് ഓരോരുത്തരും പറയും, ഒരാൾ വെള്ളത്തിൽ വീണാൽ മുടി പിടിക്കണം, അല്ലെങ്കിൽ കാല് പിടിക്കണം, അങ്ങനെയൊക്കെ ഉള്ളത് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താ പറയുക, യാദർശയായിട്ട് എടുത്ത് ചാടിയ സമയത്ത് കുട്ടിയുടെ മുടി നോക്കുന്ന സമയത്ത് ചെറിയ കുറ്റി മുടിയാണ്. കുട്ടീനെ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി നേരെ കരയിലെത്തിച്ചപ്പം കുട്ടി കുറച്ച് അപ്പിയിട്ടിട്ടുണ്ട്, വെള്ള നിറത്തിലുള്ള ഛർദ്ദിക്കുകയും ചെയ്തു. ഈ ഛർദ്ദിച്ച് നോക്കുന്ന സമയത്ത് കുട്ടീൻ്റെ ഉമ്മ അരച്ചുകൊണ്ടിരിക്കുന്ന നാളികേരം വായിലിട്ട് കുട്ടി തിരിഞ്ഞത് തൊട്ടടുത്തുള്ള ഒരു തോട്ടിലേക്കാണ് വീണത്. അപ്പം കൂട്ടക്കരച്ചിൽ ആയി. അതോടൊപ്പം തന്നെ ഈ കുട്ടീൻ്റെ പിന്നെ വെള്ളത്തിൽ വീണ കുട്ടിയെ ഞങ്ങൾ എടുത്ത് കരക്ക് കയറ്റിയ സമയത്ത് ഇന്ന് കോഴിക്കോടുള്ള മിംസ്, അതുപോലെ ബേബി മെമ്മോറിയലുള്ള ഹോസ്പിറ്റലുകളൊന്നും ഇന്നത്തെ മാതിരി യാദർശയായിട്ട് വളരെ കുറവാണ്. അപ്പം ഞങ്ങൾ ഉടനെ എടുത്ത് കയറ്റിയ എൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം കൂടി ആ കുട്ടിയെ എടുത്ത് പിന്നെ കോഴിക്കോട് അരീക്കാട് വഴി കോയാസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. കോയാസ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞു കുട്ടി മരണപ്പെട്ടു എന്ന് പറയും. മരണപ്പെട്ടപ്പോൾ ആ കുട്ടിയുടെ പിന്നെ മയ്യത്ത് അവിടെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ പൊതുദർശനത്തിൽ വെച്ച് അത് കവറടക്കുകയും ചെയ്തു. ഞങ്ങൾ ഇത് കിട്ടിയോടുകൂടി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഞങ്ങളെ നാട്ടിൻപുറത്തൊക്കെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഈ മയ്യത്തട്ടിൽ കൊണ്ടുവരുന്ന ഇവരെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം ഏതാവും എന്നുള്ള അറിയാത്ത ഭയങ്കര ടെൻഷനാണ്. അപ്പം ആ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇതുപോലത്തെ ഒരു കുട്ടിയെ വെള്ളത്തിൽ നിന്ന് കരക്ക് കയറ്റാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്.
അങ്ങനെ കരയിൽ കയറ്റിയ സമയത്ത് ഞാൻ ആ ഉണ്ടായ സംഭവം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഉമ്മനോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ നമ്മൾ വിളിക്കാതെ കയറി ചെല്ലാൻ പറ്റുന്ന ഒരവസരം മരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുക, നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുക, അതാണ് നമ്മൾ വിളിക്കാതെ ചെല്ലുന്നത്. കാരണം ആ സമയത്തൊക്കെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഏതെങ്കിലും വീട്ടിൽ കല്യാണം മറ്റ് പിന്നെ വീടിൻ്റെ താമസമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലാരും പറയാറില്ല. പറയാത്തത് എന്താ വെച്ചാൽ ഞങ്ങളുടെ കയ്യിലൊന്നും അന്ന് പൈസ ഇല്ല, പൈസ വളരെ കുറവാണ്. നേരെ മറിച്ച് ഉമ്മ പറഞ്ഞ് ഒരു മരണപ്പെട്ട്, അത് ഏത് ജാതി ആയിക്കോട്ടെ മരണപ്പെട്ടാൽ, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രദേശത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഹിന്ദു സമൂഹത്തിലുള്ള ആളുകൾ മരണപ്പെട്ടാലും അവരെ പറമ്പിലായിരുന്നു ദഹിപ്പിക്കൽ. അന്ന് ശ്മശാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അധികം വീടുകളിലും അവർക്ക് അത്യാവശ്യം തരക്കില്ലാത്ത പറമ്പുണ്ടാവും. അപ്പോൾ അവിടെ പിന്നെ മണ്ണിൽ അച്ഛൻ നിലനിൽക്കുന്ന സമയത്തും അച്ഛനും അമ്മയും നിലനിൽക്കുന്ന സമയത്ത് മക്കൾ മരണപ്പെട്ടാൽ പെട്ടിയിലാക്കിയിട്ട് വെക്കലുണ്ട്. പിന്നെ അതോടൊപ്പം ദഹിപ്പിക്കുന്നത് ഒരുപാട് ആളുകളുണ്ട്, ദഹിപ്പിക്കാത്ത മണ്ണിൽ മറവാടുന്നത് ഒരുപാട് ആൾക്കാർ. പക്ഷേ നമ്മൾ ആ വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് ദഹിപ്പിക്കുന്നതാണെങ്കിൽ അവിടേക്ക് ചേരി വേണം, ചിരട്ട വേണം, ഒരുപാട് സാധനങ്ങൾ വേണം. അപ്പോൾ അത് നമ്മൾ എവിടെയെങ്കിലും നേരത്തെ എത്തിച്ചു കൊടുക്കുക, അവർക്ക് വെള്ളം ചൂടാക്കണമെങ്കിൽ അത് സഹായിച്ചു കൊടുക്കുക. അപ്പോൾ ഉമ്മ പറഞ്ഞത് എന്താ വെച്ചാൽ, മരണപ്പെട്ട വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വലുതല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്താൽ സമൂഹത്തിന് ഏറ്റവും വലിയൊരു ഗുണമാണ്. അത് മാത്രമല്ല, നമ്മളൊക്കെ നല്ല ഏത് സമയം മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്നാലും നമുക്ക് പടച്ചോൻ ഭാഗത്ത് ഈ കാരുണ്യ പ്രവർത്തനത്തിന് ഏറ്റവും വലിയ അംഗീകാരമുണ്ട് മോനെ. അപ്പം അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനിയും ഇതുപോലെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവനാൻ്റെ ജീവൻ നോക്കിയിട്ട് അവനാൻ്റെ തടി രക്ഷ നോക്കിയതിന് ശേഷം മറ്റുള്ള ആളുകളെ സഹായിക്കണം എന്നാണ് ഉമ്മ അന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഞങ്ങൾ അവിടുന്ന് ഈ കുട്ടിയെ പരിക്ക് പറ്റി വീട്ടിൽ വന്ന സമയത്ത് 4 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അവിടെ പണിക്ക് ചെന്നപ്പം ആ പ്രദേശത്തുള്ള ഒരു കാരണവർ വടിയും കുത്തിപ്പിടിച്ച് ഞങ്ങളെടുത്ത് വന്ന് ഞങ്ങളെ കൂടെയുള്ള ആളുകളോട് ചോദിച്ചു, പിന്നെ ആരാണ് കുട്ടിയെ വെള്ളത്തിനെടുത്തത്. അപ്പോൾ അവർ പറഞ്ഞ് അവൻ കുരുത്തക്കേടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അയാൾ പറഞ്ഞ് ഈ കുട്ടി ചെയ്തത് വലിയൊരു ഉപകാരമുള്ള കാര്യമാണ്, സമൂഹത്തിൽ ഇതുപോലത്തെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും വെള്ളം ഇന്ന് നിങ്ങൾ എത്ര ആൾ പണിക്കിട്ട് വെച്ചപ്പം ഞങ്ങൾ പറയും ഞങ്ങൾ 6 ആൾ പണിക്കുണ്ടായിരുന്നു. ഈ 6 ആൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അന്ന് ഉച്ചക്ക് ഫസ്റ്റിൽ ഞങ്ങൾക്ക് കിട്ടുന്നതാണ് ഒരു മഞ്ഞ നിറത്തിലുള്ള ചോറും ഇറച്ചിയുടെ കറിയും. അപ്പോൾ അത് ജീവിതത്തിൽ അത് വലിയൊരു സംഭവമായിരുന്നു. കാരണം ആ കാലത്തൊക്കെ എൻ്റെ വീട്ടിൽ നേന്ത്രവായൻ്റെ അടിയിലെ കിഴങ്ങ് പൊങ്ങിയിട്ട് അതാണ് ഞങ്ങളെല്ലാവരും കഴിക്കൽ, അല്ലെങ്കിൽ പൂള, അല്ലെങ്കിൽ പിന്നെ പനങ്ങളുള്ള സാധനങ്ങളായിരുന്നു അന്ന് ഉച്ചഭക്ഷണവും രാത്രിയൊക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾക്കൊരു അരിഭക്ഷണം കിട്ടുന്നത്. അത് ജീവിതത്തിൽ ഇന്നും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അത് മാത്രമല്ല, ജീവിതത്തിലൊക്കെ തന്നെ അരിഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്. കാരണം നമ്മളെ വീട്ടിലൊക്കെ കഞ്ഞി ഉണ്ടാവും. കഞ്ഞി ആണെങ്കിൽ തന്നെ ഈ കഞ്ഞിയിൽ കുറച്ച് വറ്റും ബാക്കിയുള്ളത് മുഴുവൻ കൂടുതലും ഉപ്പിട്ട വെള്ളമാണ് ഉണ്ടാകുക. എന്തായാലും ജീവിതത്തിനിടയിൽ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇന്നത്തെ സെയിം വരെ ഒട്ടുമിക്ക ദുരന്തത്തിലും ഇപ്പോൾ കേരളത്തിൽ തന്നെ പിടിച്ചു കുലുക്കിയിട്ടുള്ള വലിയൊരു അപകടമാണ് പൂക്കിപ്പറമ്പ് ബസ്സപകടം. 53ഓളം ആളുകൾ വെന്ത് മരിച്ച പൂക്കിപ്പറമ്പ് ബസ്സപകടത്തിൽ ഒരുപാട് ആളുകളെ, മരണപ്പെട്ട ആളുകളെ, ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിക്കാൻ വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ 3-4 ദിവസം അവിടെ അന്ത്യം ഉറങ്ങിയിട്ടാണ് ഒട്ടനവധി ആളുകളെ പിന്നെ അവരുടെ ഉപ്പയെയും ഉമ്മയെയും അച്ഛനെയും അമ്മയെയും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും, അതായത് ഇപ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കണം, അതോടൊപ്പം തന്നെ DNA പരിശോധന നടത്തണം, ഒക്കെ കത്തിക്കരിഞ്ഞ് പോയ ശരീരങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ടും. അത് മാത്രമല്ല, അന്നത്തെ ആ ബോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഇന്നത്തെ മാതിരിയല്ല. കാരണം എല്ലാ ബോഡിയും ചുക്കി ചുളിഞ്ഞി കത്തി അവശിഷ്ടങ്ങൾ, അതായത് മേലുള്ള രോമങ്ങൾ, അതോടൊപ്പം വസ്ത്രങ്ങൾ എല്ലാം കത്തിപ്പോയിട്ട് ഒരാളും തെളിയിക്കാൻ കഴിയാം. അപ്പം നമ്മൾ ഓരോ ആളുകളെയും കണ്ടെത്തിയത് നമ്മുടെ 2 വിരൽ വയൽ കിട്ടിയിട്ട് എത്ര പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര പല്ല് വെച്ചതുണ്ട്, എത്ര പല്ല് പിന്നെ കെട്ടിവെച്ചത്, കമ്പിയിൽ കെട്ടിവെച്ചത്. അപ്പോൾ അത് നമ്മളവിടെ ബോഡിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തിട്ട് ഈ ബോഡി ഏതാണ്ട് 35 വയസ്സ് തോന്നിക്കുന്ന ഒരു പുരുഷൻ്റെ ബോഡിയാണ്. ഇതിൽ 2 പല്ല് ഇടത്തെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ട്, അത് മാത്രമേ അടയാളമുള്ളൂ, അത് കാണിക്കും. ചില ആളുകൾ സ്ത്രീയാണ്, ഒരു 10, 35, 40 വയസ്സുള്ള ആളുകളാണ്. ഓരോ കാലിൻ്റെ മുകളിൽ ചെറുവിരലിൻ്റെ മുകളിൽ ഒരു ചെറിയ റിങ് രൂപത്തിലുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്ത് ഒരു വാച്ച് ഉണ്ട്, അല്ല അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ കണ്ടെത്തിയിട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കി അതിൻ്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടാണ് ഉത്തരവാദിത്തപ്പെട്ട രക്ഷിതാക്കളെ മക്കളെ ഏൽപ്പിച്ചതും രക്ഷിതാക്കളെ ഏൽപ്പിച്ചതും അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കടലുണ്ടി ട്രെയിൻ അപകടത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ അവിടെ ഓടിയെത്തിക്കണമെങ്കിലും 10-28ഓളം മൃതദേഹങ്ങളെ ബോഗിൻ്റെ ഉള്ളിൽ പോയിട്ട് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്.
പിന്നെ ചുരുക്കി പറഞ്ഞ കേരളത്തിലുണ്ടാകുന്ന കട്ടിപ്പാറ കരിഞ്ചോല മലയിലുണ്ടായാലും ഉരുൾപൊട്ടൽ, ആനക്കാമ്പൊയിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ, അതോടൊപ്പം തന്നെ പിന്നെ കുറ്റ്യാടി മരുതോങ്കരയിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ, അതോടൊപ്പം കുറ്റ്യാടി പശുക്കടവിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ, മുട്ടായിത്തെരുവ് തീപിടുത്തം, കഴിഞ്ഞ 2-3 വർഷം മുമ്പേ പിന്നെ ഇവിടെ കട്ടിപ്പാറ ഉണ്ടായിട്ടുള്ള അപകടം, ഇപ്പോൾ ഏറ്റവും ചുരുക്കം ഇപ്പോൾ ഇന്നലെ മെനഞ്ഞാന്നായിട്ടുണ്ടായിട്ടുള്ള ഒരാഴ്ച മുമ്പ് ഉണ്ടായിട്ടുള്ള നമ്മളെ വയനാട് ദുരന്തം, അങ്ങനെ ഒരുപാട് ദുരന്ത മുഖത്ത് ഓടിയെത്താനും നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യാനും ഇന്നത്തെ സമയം വരെ സാധിച്ചിട്ടുണ്ട്. വയനാട് ചൂരൽമലയിൽ വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്, 10-16ഓളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ളത് അന്ന് കേൾക്കാൻ വേണ്ടി സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് പോകുന്ന സമയത്ത് ഈ കട്ടർ മെഷീൻ, കമ്പിപ്പാര, അതോടൊപ്പം തന്നെ വലിയ ബോർഡർ പൊട്ടിക്കുന്ന കട്ടറുകൾ, എംസാൻഡ് പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന പൊടിക്കുന്ന സാധനങ്ങൾ, 5 വലിയ ജനറേറ്റർ, നമ്മളെ പന്തീരങ്കാവ് FLS സിദ്ദീഖ് എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ 5 ജനറേറ്റർ, അതിന് വേണ്ട ലൈറ്റുകൾ, വയറുകൾ, അങ്ങനെ ഒരുപാട് പിന്നെ സ്പീക്കർ, മൈക്ക്, അങ്ങനെ ഒരുപാട് സാധന സാമഗ്രികളായിട്ടാണ് ഞങ്ങൾ 2 ബസ്സും ഒരു വലിയ ലോറിയിലും ഈ സാധനങ്ങളായിട്ടാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് എത്തിപ്പെട്ടത്. വയനാട്ടിൽ എത്തിപ്പെട്ട സമയത്ത് നമ്മൾ അവിടെ എന്ന സമയത്ത് അന്നേരം കണ്ട കാഴ്ച എന്താ വെച്ചാൽ, അവിടെ ഈ കരയിൽ നിന്നും മറുകരയിലേക്ക് പോകാൻ യാതൊരു സംവിധാനവും ഇല്ല. അപ്പം അവിടുത്തെ പിന്നെ സിവിൽ ഡിഫൻസിൻ്റെ ആളുകളും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരും അവിടെ നശിച്ചു പോയ ഒരു അമ്പലത്തിനോട് ചേർന്നുകൊണ്ട് വലിയൊരു ആൽമരമുണ്ട്, ആൽമരത്തിൻ്റെ മുകളിൽ വലിയ റോപ്പ് കെട്ടി, ആ റോപ്പ് മറുകരയിൽ JCBയുടെ കൈക്ക് കെട്ടിയിട്ടാണ് മരണപ്പെട്ട ആളുകളെയും പരിക്ക് പറ്റിയ ആളുകളെയും അതോടൊപ്പം തന്നെ ഒരുപാട് സാധനങ്ങൾ, അതായത് വീട്ടിലൊക്കെ ഉള്ള സാധന സാമഗ്രികളൊക്കെ ആ റോപ്പിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ഇപ്പുറം എത്തിച്ചിട്ടുള്ളത്. പക്ഷെ ആ സമയത്ത് എന്തില്ല, പാലമില്ല, അപ്പുറത്തേക്ക് കടക്കാൻ പാലമില്ല, ഒരു മുള കൊണ്ട് കെട്ടിയ പിന്നെ കഴുങ്ങുകൊണ്ട് കെട്ടിയ താൽക്കാലിക പാലം മാത്രമാണുള്ളത്. ഉടനെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് 10-40ഓളം ലോഡ് വലിയ ഇരുമ്പിൻ്റെ വലിയ സാധനങ്ങളാണ് വരുന്നത്. എന്താണെന്ന് ഞങ്ങൾക്കും മനസ്സിലായില്ല. നോക്കുമ്പോഴാണ് അവിടുത്തെ മിലിറ്ററി, നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി സമൂഹം അവിടെ ഒരു പാലം ഉണ്ടാക്കാൻ പോകുന്നത് അറിഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ TDRFൻ്റെ ഞങ്ങൾ പിന്നെ 100ഓളം ആളുകൾ 40 ലോഡ് ഈ സാധന സാമഗ്രികൾ ഇറക്കാൻ ഞങ്ങളെപ്പോലുള്ള ആളുകൾ സഹായിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ബെയിലി പാലത്തിൻ്റെ പണിക്ക് ഞങ്ങൾ സഹായിച്ചു. പിന്നെ പാലത്തിൻ്റെ അടി ഭദ്രാക്കാൻ വേണ്ടിയിട്ട് നെറ്റ് കെട്ടി അതിൽ ബോർഡർ നിറച്ചിട്ട് അതിന് ഒരുപാട് സഹായം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അത് മാത്രമല്ല, രാത്രി 2 മണിക്ക് ബെയിലി പാലത്തിനോട് സമീപം ഒരു ചെറിയ നടപ്പാലം, ഇരുമ്പിൻ്റെ നടപ്പാലം നിർമ്മിക്കാൻ സഹായിച്ചു. അപ്പോൾ ഒക്കെ മിലിറ്ററിയെ സഹായിക്കാനും മിലിറ്ററിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും ഞങ്ങൾ TDRFൻ്റെ ജില്ലാ കോർഡിനേറ്റർക്ക് ഞാനും അതോടൊപ്പം എന്നോടൊപ്പം വന്നിട്ടുള്ള 100 കണക്കിന് TDRF വളണ്ടിയർമാരും അവിടെ സേവന രംഗത്ത് സജീവമായിരുന്നു. പിന്നെ ഞങ്ങൾ ചൂരൽമലയിലും മുണ്ടക്കയും അതോടൊപ്പം തന്നെ വെള്ളാറമലയിലും പുഞ്ചിരിമട്ടത്തും എല്ലാം ഞങ്ങൾ ഓടി നടന്ന് നമ്മളാൽ കഴിയുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യാനും 35ഓളം മൃതശരീരങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള കൂട്ടമായ ഒരു സംഘത്തിൻ്റെ ഭാഗമായി എടുക്കാനും സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ നമ്മളെക്കൊണ്ട് കഴിയുന്ന സ്പർശങ്ങളെന്ന് പറഞ്ഞാൽ ഒട്ടനവധി മൃഗങ്ങൾ, അതായത് പശു ആണെങ്കിലും ആടാണെങ്കിലും അതുപോലെ കോഴിയാണെങ്കിലും ഒക്കെ നാദമില്ലാതെ ഇങ്ങനെ പറമ്പിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും വലിയൊരു സങ്കടമായിരുന്നു. എങ്കിലും അവിടെ നമ്മളെപ്പോലുള്ള ഈ നാട്ടുപ്രദേശത്തുള്ള ആളുകൾ അവിടെ പോയി ഒട്ടുമിക്ക ആളുകളെ ഹെൽപ്പ് ചെയ്യാനും നമ്മളോടൊപ്പമുള്ള നല്ല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാനും ഇന്നത്തെ ഈ സമയം വരെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അസീസ് ഖാൻ, നിങ്ങൾ ഇത്രയും ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ട്, പലതും നിങ്ങൾ സഹിച്ചിട്ടും സാഹസം ചെയ്തിട്ടും ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായ വല്ല സാഹസിക പ്രവർത്തനങ്ങളും എവിടെയായിരുന്നത് ഒന്ന് പറയാൻ പറ്റും? എന്താ വെച്ചാൽ ഏതാണ്ട് ഒരു 10 വർഷം മുമ്പേ എറണാകുളത്തുള്ള റെജി എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ലോറി ഡ്രൈവറാണ്. അദ്ദേഹത്തിന് പിന്നെ കുണ്ടോട്ടിയുള്ള 2 ആളുകൾ വാഹനം ഓർഡർ വിളിച്ചിട്ട് അവർ കുണ്ടോട്ടിയാണോ പുളിക്കലാണോ അങ്ങനെ 2 സ്ഥലത്ത് എന്താണെന്ന് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഈ 2 ആളുകൾ കൂടിയിട്ട് ആ റെജി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മുട്ടിട്ട് നോക്കി അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയിട്ട് വയനാട് താമരശ്ശേരി, വയനാട് എന്ന് പറയാൻ പറ്റില്ല, താമരശ്ശേരി ചുരത്തിൽ നിന്ന് 9ാം വളവിൽ അവർ ഈ കൊലപ്പെടുത്തിയ ആ വ്യക്തിയെ താഴ്ത്തിട്ട സമയത്ത് 500 അടി താഴ്ചയിലാണ് ഈ ഇതുള്ളത്. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഭാര്യനെ ഫോണിൽ വിളിച്ചപ്പോൾ അങ്ങനെയാണ് ഇവരെ നമ്പർ എത്തിപ്പോകുന്നത്.
അങ്ങനെ ഭർത്താവിനെ കാണാതായപ്പം പോലീസിൽ പരാതി നൽകി, എറണാകുളത്ത് പോലീസിൽ പരാതി നൽകി. പോലീസ് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ലാസ്റ്റ് വിളിച്ച ആളുകളെ എത്തിപ്പെട്ടുള്ളത് അവരിങ്ങനെ ഈ കുണ്ടോട്ടി ഭാഗത്ത് അവിടെയുള്ള ആളുകളാണ്. അപ്പോൾ അവരെ മുന്നോട്ട് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിയ സമയത്ത് അവരെ പിടിക്കപ്പെട്ട സമയത്ത് അവർ പോലീസിൻ്റെ മുഖപ്രകാരം അവർ ഞെട്ടിച്ചപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സ്ഥലത്താണ് കൊണ്ടുപോയിട്ട് അപ്പോഴത്തേക്ക് 9 ദിവസമായിട്ടുണ്ട്. അങ്ങനെ അവർ കൊണ്ട് ഇട്ട സ്ഥലം പോലീസ് ഇവർ കാണിച്ചു കൊടുത്ത സമയത്ത് പോലീസ് ഇൻഫോർമേഷൻ കിട്ടിയത് മറ്റേ ഫോൺ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അതായത് പോലീസ് അവിടുത്തെ മറ്റുള്ള ഉദ്യോഗ തലത്തിലുള്ള ആളുകൾ മുഴുവനും ഏതാണ്ട് ഞാൻ അറിയുന്നത് ഒരു 5:30 മണിക്കാണ് അറിയുന്നത്. ഈ 5:30 മണിക്ക് ഈ താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് ആ സാധനം എടുത്ത് വരുമ്പോഴത്തേക്ക് എന്തായാലും രാത്രി ആകണം. അപ്പോൾ എന്തായാലും വേണ്ട ഞാൻ ഇവിടുന്ന് എൻ്റെ മകനും എൻ്റെ അന്നൊരു വേഗന കാറിൽ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് റോപ്പും കുറച്ച് സാമഗ്രികളൊക്കെ ആയിട്ട് 2 പണിക്കാരായി കൂട്ടി ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടു. അവിടെ ഞങ്ങൾ ചെന്ന് നോക്കുന്ന സമയത്ത് രാത്രി ഏതാണ്ട് ഒരു 6:30 മണിയായിട്ടുണ്ട്. 6:30 മണിയായ സമയത്ത് ഞങ്ങൾ ഈ റോപ്പ് കെട്ടി ഒരു JCBയുടെ ടയറിന് കെട്ടി അങ്ങനെ ഞങ്ങൾ കുറച്ച് അവർ തിരിക്കുന്നതനുസരിച്ച് സ്ഥലത്ത് ഇറങ്ങി. അവിടെ എത്തി ഞാൻ ഉൾപ്പെടെ അപ്പോഴത്തേക്ക് വേറെ 3-4 ആളുകൾ എൻ്റെ കൂടെ ഇറങ്ങിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ സാധനം ഇവരിട്ട് 8-9 ദിവസമായി പഴക്കം നിന്ന് പുഴുകരിച്ച് വല്ലാതെ വികൃതമായ ശരീരമാണ്. അത് ഞങ്ങൾ രാത്രി വളരെ ത്യാഗം സഹിച്ച് സാഹസികമായിട്ടാണ് ഇത് 9ാം വളവിലേക്ക് ഞങ്ങൾ മുകളിലേക്ക് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ജീവിതത്തിൽ അതൊരു വലിയ ടെൻഷനായിരുന്നു. കാരണം ആ സമയത്ത് നല്ല തണുപ്പ്, അതോടൊപ്പം തന്നെ നാട്ടുമ്പുറത്തു നിന്നൊക്കെ പിടിക്കപ്പെടുന്ന വന്യമൃഗങ്ങളെയും അതുപോലെ ഈ പാമ്പ് പോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു പ്രദേശമായിരുന്നു അന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വലിയ ത്യാഗം സഹിച്ച് ആ റെജിൻ്റെ ബോഡി മുകളിൽ എത്തിക്കുവാൻ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ മരത്തിൻ്റെ മുകളിൽ ആളുകൾ കയറി തൂങ്ങിയിട്ട് അവിടുന്ന് അവരെ ഇറക്കാൻ വേണ്ടി ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിലും വലിയ പ്രയാസം തോന്നുന്ന ഒരു സംഭവം, സങ്കടം തോന്നുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതും ഒരു 10-18 വർഷം മുമ്പാണ്. കോഴിക്കോട് ചാലിയത്തുനിന്ന് പിന്നെ മത്സ്യം കയറ്റി പോകുന്ന ഒരു ടിപ്പർ ലോറി ചാലിയത്ത് നിന്ന് പരപ്പനങ്ങാടി നിന്ന് ചാലിയത്തേക്ക് വരുന്ന ഒരു ഓട്ടോറിക്ഷ. ഈ ഓട്ടോറിക്ഷയിൽ ഒരു കുടുംബത്തിൽ 7 അംഗങ്ങളുണ്ട്. അതായത് ഉമ്മ, അനിയന്മാർ, മക്കളായിട്ട് അതിൽ കുറേ ആളുകൾ ചെറിയ മക്കളാണ്. അപ്പോൾ 7ആണോ 6ആണോ അറിയില്ല കേട്ടോ, എന്തായാലും അങ്ങനെ അത്രയും ആളുകളുണ്ട്. അങ്ങനെ ഈ മത്സ്യം കയറ്റി വന്ന പിക്കപ്പും ഈ ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചിട്ട് അതിൽ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ ആളുകളും മരണപ്പെട്ട സമയത്ത് ആ ചാലിയത്ത് ഉള്ള നല്ല മനസ്സിൻ്റെ ഉടമകളായ ഒരുപാട് ആളുകൾ ഈ പരിക്ക് പറ്റിയ ആളുകളെ എത്രയും പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ആളുകൾ മരണപ്പെട്ടു പോയി. എല്ലാവരെയും ബോഡി പിന്നെ ഫ്രീസറിലേക്ക് മാറ്റിയപ്പോൾ നേരം എടുത്ത സമയത്ത് ഞാൻ അന്ന് ട്രോമാ കെയറിൻ്റെ ഭാഗമായിട്ടാണ് അന്നുള്ളത്. അപ്പം ഞങ്ങൾ ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി ഈ മരണപ്പെട്ട വ്യക്തികളെ ഇൻക്വസ്റ്റ് തയ്യാറാക്കണം, അതോടൊപ്പം തന്നെ രക്ഷിതാക്കളെ ഏൽപ്പിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയിലേക്ക് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തി. മെഡിക്കൽ കോളേജിൽ മറ്റു ഉദ്യോഗ തലങ്ങളിലുള്ള കോഴിക്കോടുള്ള പൗരപ്രമുഖർ, രാഷ്ട്രീയ പാർട്ടിക്കാർ, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ കലക്ടർ ഉൾപ്പെടെ, ഡെപ്യൂട്ടി കലക്ടർ ഉൾപ്പെടെയുള്ള RTO, തഹസിൽദാർ ഉൾപ്പെടെയുള്ള വലിയൊരു സ്ഥലത്താണ്. അങ്ങനെ ഞാൻ ഈ മോർച്ചറിയുടെ അതായത് നമ്മളെ ഫീസറിൻ്റെ വെൽപ്പ് തുറന്ന് അതിൽ നിന്ന് ഈ കുട്ടിയെ എടുത്ത് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒരു ചെറിയ കുട്ടീനെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഡെയിനിയാളിൽ ആ വരാന്തയിലേക്ക് വരികയാണ്. വരാന്തയിൽ വന്നിട്ട് വേണം ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന റൂമിലേക്ക് ഈ ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ളത് ഒരു 2.5-3 വയസ്സായ ഒരു എന്താ ഇപ്പോൾ പറയുക അത്രയും മൊഞ്ചുള്ള ഒരു കുട്ടി. ആ കുട്ടി എന്ന് പറഞ്ഞാൽ 2 കാലിൻ്റെ മുകളിൽ ഷൂ ഉണ്ട്, സോക്സ് ഇട്ടുണ്ട്, ഷൂ ഉണ്ട്, അതോടൊപ്പം നീല ഒരു പാൻറ്റാണ്, ജീൻസ് ആണുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു വെള്ള ടീഷർട്ടും അതിൻ്റെ മുകളിൽ നീല ഓവർകോട്ടും. ഇതൊക്കെ ഉള്ള ഒരു കുട്ടീനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം. ആ കുട്ടീനെ എടുത്ത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്താ വെച്ചാൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഈ വരാന്തയിൽ ഉണ്ടായിട്ടുള്ള ആളുകൾ മുഴുവൻ ഉദ്യോഗസ്ഥർ പുറത്തു പോയിട്ടായി. കാരണം കാണാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അങ്ങനെ ബോഡി ഞങ്ങൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന റൂമിലെടുത്ത് ആ റൂമിൽ നിന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് കുട്ടീൻ്റെ ബാക്ക് ഭാഗത്ത് തലയുടെ പിൻഭാഗത്ത് ഉണ്ടായിട്ടുള്ള ക്ഷതമാണ് മരണകാരണം.
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അതായത് അത്രയും ഒരു ഓമനത്തുള്ള ഒരു മകൻ്റെ ബോഡി എടുത്തു വരുന്ന സമയത്ത് വല്ലാതൊരു പ്രയാസം ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പം ഇവിടെ കോഴിക്കോട് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ തൊണ്ടിലക്കടവ് ഭാഗത്ത് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഒരു 1-2 ആളുകൾ തൂങ്ങി മരിച്ചെന്ന് പറയും. അങ്ങനെ ഞാൻ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, അതായത് നല്ല പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ സ്ഥലത്തെത്തി അടുക്കളൻ്റെ പിൻവാതിൽ തുറന്ന് ഞങ്ങൾ ഉള്ളിൽ കയറിയ സമയത്ത് കാണാൻ വേണ്ടി കാഴ്ച കണ്ടതെന്ന് വെച്ചാൽ, ഒരു കഴുക്കോലിൻ്റെ മുകളിൽ 4 മാസം പ്രായമുള്ള ഒരു കുട്ടീനെ തൂക്കിയിട്ടിട്ടുണ്ട്. വെറും 4 മാസം പ്രായമുള്ള. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത കഴുക്കോലിൻ്റെ മുകളിൽ 4 വയസ്സായ ഒരു കുട്ടിയെ തൂക്കിയിട്ടുണ്ട്. പിന്നെയാണ് കുട്ടീൻ്റെ അമ്മ, അതായത് 4-5 കഴുക്കോല് വിട്ടിട്ടുള്ള അതിൻ്റെ മുകളിൽ. അപ്പോൾ ഈ കുട്ടിയെ തൂക്കിയിട്ടെന്ന് പറഞ്ഞാൽ കുട്ടീൻ്റെ കഴുത്തിൽ കെട്ടിയിട്ട് കുട്ടീൻ്റെ കഴുത്തിൽ താഴോട്ട് തൂക്കിക്കേണ്ടത് മുഴുവൻ മേലോട്ട് ആയിപ്പോണ ഒരു സമയങ്ങളൊക്കെ. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മുടെ ചെന്ന് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റാത്ത വളരെ പ്രയാസം തോന്നും. നമ്മളെ കണ്ണിൽ തന്നെ അറിയാതെ വെള്ളം താഴോട്ട് പോകും. കാരണം 2 പൊന്നോമന മക്കളെ തൂക്കിയിട്ടത് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒട്ടനവധി ദുരന്ത മുഖത്തേക്ക് ഓടിയെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളെ ഈ 2 കൈ കൊണ്ട് ഒരുപാട് ആളുകളെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരണപ്പെട്ട ആളുകളെ എടുത്ത് നല്ല രീതിയിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പോലീസുകാരെ സഹായിച്ച് ആ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ഇന്നത്തെ ഈ സമയം വരെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നമ്മൾ ഒരുപാട് പ്രവൃത്തി ചെയ്യുമ്പോൾ നാട്ടിലുള്ള അംഗീകാരം വരാം. അപ്പൊ നാട്ടിൽ എന്ത് വിഷയങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും നാട്ടിലെ ആൾക്കാർക്ക് അറിയാം നിങ്ങളെ. അതെ. അപ്പൊ നമ്മൾ നാട്ടിൽ ഇതുപോലത്തെ കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ എന്ത് കേസിലും ആളുകളെ വാക്കിന് വലിയ സപ്പോർട്ടാണ് നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ. ഈ കാണുന്ന പുരസ്കാരം മുഴുവൻ എൻ്റെ അയൽവക്കത്തുനിന്നും നാട്ടുകാരും ഒക്കെ തന്നതാണ്. കുടുംബശ്രീക്കാരാണെങ്കിലും അതോടൊപ്പം തന്നെ റെസിഡൻസ് അസോസിയേറ്റ് ആണെങ്കിലും ഗ്രാമപഞ്ചായത്താണെങ്കിലും ഞാൻ ഉൾപ്പെടുന്ന വാർഡാണ്, അവരൊക്കെ എനിക്ക് നൽകിയിട്ടുള്ള ഉപകാരങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ എനിക്ക് ജസ്റ്റ് 1-2 ഡൗട്ടോടെ ഇങ്ങനെ ക്ലിയർ ചെയ്യാം. അപ്പൊ സപ്പോസ് നിങ്ങൾ ഇപ്പൊ എവിടെയെങ്കിലും എത്തിയൊരു കിണറ്റില് ഒരു ബോഡി ഉണ്ടെന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു? ഞാൻ എൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് 2 ആളുകൾ എൻ്റെ വീട്ടിൽ വന്ന് വിളിച്ച്, ഞാൻ ഒരു കുടിനാട്ടുംകുരു പ്രദേശത്തെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു, ഈ വീട്ടിലെ പെണ്ണുങ്ങൾ കിണറ്റിൽ ചാടിക്കുന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കാണുന്നതൊക്കെ പലതരം ടോർച്ചുകളാണ്, പലതരം ടോർച്ച്. അപ്പോൾ ടോർച്ച് എടുത്ത് നമ്മൾ കിണറ്റിൽ കടിച്ചാൽ നല്ല ടോർച്ച്, ഒക്കെ നല്ല ടോർച്ച് ഒക്കെ റെസ്ക്യൂ ഒക്കെ നല്ല ടോർച്ചുകൾ. അപ്പോൾ ഈ ടോർച്ച് എടുത്ത് നമ്മൾ കിണറ്റിലേക്ക് അടിച്ചാൽ കിണറ്റിൻ്റെ മുകളിൽ, വെള്ളത്തിൻ്റെ മുകളിൽ ആ കിണറ്റിൽ എന്തൊക്കെ ജീവി ഉണ്ടാവും. ഇപ്പം ചില കിണറ്റിൽ ആമ ഉണ്ടാവും, ചില കിണറ്റിൽ തവള ഉണ്ടാവും, ചില കിണറ്റിൽ നീർക്കോലി ഉണ്ടാവും, ചില കിണറ്റിൽ മത്സ്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരുപാട് ജീവനുള്ള പല സാധനങ്ങളും കിണറ്റിലായാലും കുളത്തിലായാലും ഉണ്ടാവും. പക്ഷേ കുളത്തിൽ ഒരു മനുഷ്യ ശരീരം ഈ വെള്ളത്തിനടിയിൽ കിടക്കുകയാണെങ്കിൽ ആ കിണറ്റിൽ എന്തൊക്കെ ജീവികളുണ്ടോ അതൊക്കെ ഏറ്റവും മുകളിൽ വട്ടിട്ടുകൊണ്ടേ നിൽക്കും, അടിയിലേക്ക് ഒരു സാധനം പോകും. അപ്പം നമ്മൾ ചെറിയൊരു കല്ലെടുത്തിട്ട് ഏതെങ്കിലും ഒരു മത്സ്യത്തിൻ്റെ നേരെ, അല്ലെങ്കിൽ ഒരു നീർക്കോലിൻ്റെ നേരെ, അല്ലെങ്കിൽ ഒരു ആമൻ്റെ നേരെ, അല്ലെങ്കിൽ ഒരു തവളൻ്റെ നേരെ ഇട്ടാൽ അത് ഒന്ന് മാറിക്കൊണ്ട് നിൽക്കുന്നില്ല, അടിയിലേക്ക് അത് പോകില്ല. മനുഷ്യ ശരീരം അടിയിലുണ്ട്. അപ്പം നമ്മൾ വേഗം കിണറ്റിലേക്ക് നമ്മൾ ഈ പാതാളക്കരണ്ടി ഉപയോഗിച്ചിട്ട് അറിയാൻ പറ്റും. അത് എത്ര കലങ്ങിയ വെള്ളമാണെങ്കിലും കലങ്ങാത്ത വെള്ളമാണെങ്കിലും ജീവജാലങ്ങൾ എന്തൊക്കെ അതിലുണ്ടോ അത് മുഴുവൻ വെള്ളത്തിന് മുകളിൽ പൊന്തി നിൽക്കും. അപ്പം നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ വേഗം ഒരു പാതാളക്കരണ്ടി എടുത്ത് തൊഴിഞ്ഞിട്ട് അത് മേലോട്ട് കയറ്റിട്ട് മേലെ കയറ്റുന്നതുണ്ടാകും. പക്ഷെ ചെറിയ കിണറൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ കയറിട്ടിറങ്ങും. അപ്പം നമ്മൾ കൊടിനാട്ടുകുരി ചെന്നപ്പോൾ ഒരു സ്ത്രീനെ കാണാനില്ല എന്ന് പറഞ്ഞ്, സ്ത്രീനെ കാണാനില്ല നമ്മൾ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ഇതുപോലെ സാധനങ്ങൾ കണ്ട്. അതിന് തൊട്ടടുത്ത ഒരു മരത്തിൻ്റെ മുകളിൽ കയറ് കെട്ടി ആ കയറ് നമ്മൾ കിണറ്റിലേക്ക് ഇറങ്ങുക. കിണറ്റിൻ്റെ അടിയിലെത്തിയപ്പോൾ ഞാൻ ഒരു 10-23-24 വയസ്സായ ഒരു സ്ത്രീനാണ് കാണാതായത്. അപ്പോൾ നമ്മൾ ആ സ്ത്രീനെ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ പരുതുന്ന സമയത്ത് ആദ്യം കിട്ടി ഒരു 3 വയസ്സായ കുട്ടീനെ. അത് പറഞ്ഞിട്ടില്ല. പിന്നെ കിട്ടിയ ഒരു 6-7 വയസ്സായ ഒരു കുട്ടീനെ. അപ്പൊ 2 കുട്ടികളെയും അമ്മനെയും എടുത്ത് കരക്ക് കയറ്റി. ആദ്യം നിങ്ങളുടെ അടുത്ത് പറയുന്നത് പെണ്ണുങ്ങൾ മാത്രമാണ്. പിന്നെയാണ് അവർ പോയിട്ട് കുട്ടികളെ നോക്കുന്നത്. അപ്പൊ കുട്ടികളെയും കാണുന്നില്ല. അപ്പൊ കുട്ടികളെ എടുത്തിട്ടാണ് അമ്മ കെട്ടിലേക്ക് ചാടിയത്. അപ്പൊ നമ്മൾ ഈ ഒന്നിന് ചെല്ലുന്ന സമയത്ത് 2-3 കാണുക, 2-3 കിട്ടുക എന്ന് പറയുന്ന സമയത്ത് വലിയ പ്രയാസം. അങ്ങനെയാണ് അന്നിട്ടുള്ള ഈ വെള്ളത്തിൽ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കെട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റുക ഈ മത്സ്യങ്ങൾ ടോർച്ച് അടിച്ച് നോക്കിയാൽ മത്സ്യങ്ങൾ മുകളിലുണ്ടാവും.
അതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ അടുത്ത സംശയം എന്താ വെച്ചാൽ ഈ മോർച്ചറിയിലൊക്കെ നിങ്ങൾ എങ്ങനെ അവിടുത്തെ ഇത് ചെയ്യുന്നത് ശരിക്കും? നമ്മൾ നാട്ടും പ്രദേശത്ത് നിന്ന് ഇപ്പം എൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്ന് ഒരാൾ ആക്സിഡൻ്റ് ആയിട്ട് മരണപ്പെട്ട്, അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കളായ സുഹൃത്തുക്കൾ, നമ്മളെ ഒരുപാട് പല രീതിയിലുള്ള ആളുകളുമായിട്ട് ബന്ധമുള്ള ആളുകൾ, അപ്പോൾ അവരെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ട് 2 ദിവസം പഴക്കമുള്ള ബോഡിയാണ്, അല്ലെങ്കിൽ തൂങ്ങി മരിച്ചതാണ്, അല്ലെങ്കിൽ തീപ്പൊള്ളലേറ്റതാണ്, അപ്പോൾ ആ ബോഡി ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിലേക്ക് മാറ്റും. അപ്പോൾ മാറ്റുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ആളുകൾ അവിടെ എത്തിപ്പെട്ട് ആ ബോഡി സെൽഫിൽ നിന്ന് എടുത്ത് അത് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന റൂമിൽ കൊണ്ടുപോയി അതിൻ്റെ കാര്യങ്ങൾ നടത്തിയെന്നല്ലാണ്ട് മോർച്ചറി ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന റൂമിലേക്ക് സാധാരണക്കാരായ ഒരാളുകൾക്കും പ്രവേശനമില്ല. പക്ഷെ നമ്മൾ ഇപ്പോഴൊന്നല്ല, മുമ്പ് നമ്മൾ പല സമയത്തായിട്ട് കയറിയിട്ടുണ്ട്. ചില സമയത്ത് പോലീസിൻ്റെ കൂടെ അല്ലെങ്കിൽ ബോഡി അന്ന് നമ്മൾ ഈ സ്ട്രെച്ചറിലാക്കിയിട്ട് ഉന്തിയിട്ട് നേരെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന റൂമിലേക്ക് കയറിയിട്ടുണ്ട്, കുറേ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടൊക്കെ ഉണ്ട്. പക്ഷെ അതല്ലാതെ പുറത്തുനിന്ന് ഒരാൾക്ക് പോലും എൻട്രി ഈ പോസ്റ്റ്മോർട്ടം, അതായത് മോർച്ചറി ശരീരം വെട്ടിപ്പൊളിച്ച് പരിശോധന നടത്തുന്ന സ്ഥലത്തേക്ക് ആർക്കും പ്രവേശനമില്ല, ഒരു കാരണവശാലും പ്രവേശനം. പിന്നത്തെ എന്താ വെച്ചാൽ ഇൻക്വസ്റ്റ് നടത്തൂലേ? ഇൻക്വസ്റ്റ് അതെന്താ എങ്ങനെ പ്രൊസീജിയർ? ഇൻക്വസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ, അതായത് ഒരു തൂങ്ങി മരിച്ച ഒരാളാണെങ്കിൽ തൂങ്ങി മരിച്ച ആൾ ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നു, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ നീളം, അതായത് തല തൊട്ടിട്ട് ഈ മടമ്പ് വരെയുള്ള ഭാഗങ്ങൾ എത്ര നീളം ആ ശരീരത്തിനുണ്ട്, അപ്പോൾ അത് 186 സെൻറ്റിമീറ്റർ. അപ്പോൾ 186 അല്ലെങ്കിൽ 176, 163 അങ്ങനെയുള്ള സെൻറ്റിമീറ്റർ കണക്കാക്കും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയുടെ മുടി എത്ര നീളമുണ്ട്, ഇനി പുരുഷനാണെങ്കിൽ മുടി എത്ര നീളമുണ്ട്, കുറ്റിത്താടി എത്ര നീളമുണ്ട്, മീശ എത്ര നീളമുണ്ട്, അത് അതിൽ രേഖപ്പെടുത്തും. പിന്നെ ആ മനുഷ്യനെ തിരിച്ചറിയാൻ വേണ്ടി മലത്തിയിട്ടിട്ട് മുകൾ ഭാഗത്ത് എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ വെച്ചാൽ കാക്കാപ്പുള്ളി പോലുള്ള, അല്ലെങ്കിൽ മുമ്പ് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള കരകൾ, അല്ലെങ്കിൽ വിട്ടുമാറാത്ത എന്തെങ്കിലും ക്രാച്ചുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന ഈ പത്രത്തിൽ, ഈ പേപ്പറിൽ അത് രേഖപ്പെടുത്തും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം തൂങ്ങി മരിച്ച ബോഡിയാണെങ്കിൽ നമ്മൾ മറ്റേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആ സാധനം വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ കയറ് അല്ലെങ്കിൽ തുണി, അതിൻ്റെ രൂപം തയ്യാറാകാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഈ ഇതിൽ തയ്യാറാക്കി മാറ്റും. പിന്നെ കൈകളുടെ എല്ലാ വിരലുകളും, എല്ലാ കൈയിൻ്റെ ഉള്ളനടിയിൽ വരുന്ന കയറ് പിടിക്കുന്ന, അല്ലെങ്കിൽ എന്ത് സാധനം, ചൂടിയാണെങ്കിലും കയറാണെങ്കിലും തുണിയാണെങ്കിലും അത് കയറുകൊണ്ട് പിടിക്കുന്ന ആ മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും പ്ലാസ്റ്റിക്കിൽ അത് ഏർപ്പാടാക്കിയിട്ട് അതും അതിൽ രേഖപ്പെടുത്തും. അങ്ങനെയാണ് ഇതുണ്ടായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, മുറി വന്നിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ശുക്ലം, അതായത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശുക്ലം പുറത്തേക്ക് വന്നിട്ടുണ്ടോ, മലം പോന്നിട്ടുണ്ടോ, അങ്ങനെ ആ മനുഷ്യ ശരീരത്തിൻ്റെ പൂർണ്ണ രൂപങ്ങൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് പോലീസിനെ സഹായിക്കുന്ന വ്യക്തികൾക്ക്, ഞാനാണെങ്കിലും മറിച്ച് ആരാണെങ്കിലും, അത് നല്ല രീതിയിൽ പത്രത്തിൽ അല്ലെങ്കിൽ പേപ്പറിൽ രൂപപ്പെടുത്തിയിട്ട് അത് പോലീസ് ഡോക്ടർക്ക് കൈമാറും. അങ്ങനെയാണ് ഈ ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതിൽ എന്ന് പറഞ്ഞാൽ അത് ഒരു വനിതകളാണെങ്കിൽ വനിതാ പോലീസ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ മറ്റ് പുരുഷ പോലീസുമാർ 2-3 ആളുകളുണ്ടാവും. പിന്നെ അതോടൊപ്പം ആ ബോഡിയുടെ കുടുംബങ്ങളല്ലാത്ത അയൽവാസികളായ 5 പേര് 4 പേരുണ്ടാവും. പിന്നെ അതോടൊപ്പം അവരുടെ അടുത്ത ബന്ധുക്കളായ 1-2 ആളുകളെ അത് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് അവരെ വിളിക്കും. പിന്നെ ഫോട്ടോഗ്രാഫർ വേണം. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ തന്നെയാണ് ഇത് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത്. എന്നിട്ട് ആ പേപ്പർ ശരിയാക്കി വീണ്ടും അതിൻ്റെ പൂർണ്ണ രൂപങ്ങൾ കറക്റ്റായിട്ട് എഴുതി തിട്ടപ്പെടുത്തിയതിന് ശേഷം ആ പേപ്പർ ഡോക്ടർക്ക് കൊടുത്താൽ മാത്രമേ പോസ്റ്റ്മോർട്ടം നടക്കുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം നടക്കണമെങ്കിൽ ഡോക്ടർക്ക് അതിൻ്റെ ഫുള്ള് എവിഡൻസ്, എങ്ങനെ മരണപ്പെട്ടതാണ്, എങ്ങനെയാണ് സംഭവം, എന്താണെന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം ഏതാണ്ട് കിട്ടണം. പിന്നെ മരണപ്പെട്ടവരെ ചിലതൊക്കെ കൊലപാതകമായിരിക്കും. ചിലപ്പോൾ റോഡിൻ്റെ മുകളിലൊക്കെ ഒരാൾ ഇങ്ങനെ മരുന്ന് കിടക്കുന്നത് കണ്ടാൽ കൊലപാതകമായിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചോളുന്നില്ല. പക്ഷെ അതും നമ്മൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഡോക്ടർമാരാണ് അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തുക. അല്ലാതെ ഞാനും നിങ്ങളൊന്നും ഇപ്പോൾ പലതും എന്ന് പറഞ്ഞാൽ ഇപ്പം ചെറിയ ആളുകൾ തൂങ്ങിയാൽ ഒരു ഏതാണ്ട് ഒരു 6 അടി 5.5 അടി ആയിട്ടുള്ള ഒരാൾ, 5.5 അടി ആയിട്ടുള്ള ഒരാൾക്ക് 3 അടി 3.5 അടി ഉയരത്തിലുള്ള ഒരു വസ്തുവിൻ്റെ മുകളിൽ കയറ് കെട്ടി തൂങ്ങി മരിക്കുക.
തൂങ്ങി മരിക്കുക. അതായത് 5.5 അടിയുള്ള ആളുകൾക്ക് 6 അടി 7 അടിയുള്ള മരത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കമ്പിൻ്റെ മുകളിലോ കയറ് കെട്ടിയിട്ട് തൂങ്ങി മരിക്കല്ല. തൂങ്ങി മരിക്കുന്ന ആള് സ്വതവേ നിലത്ത് കുത്തിയിട്ട് ഇരുന്നിട്ട് ഞാൻ എത്രയോ ബോഡി എടുക്കുന്ന സമയത്ത് തൂങ്ങി മരണപ്പെട്ട് ആ ബോഡി നിലത്ത് ഇരിക്കുന്നത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മുട്ടുത്തി നിൽക്കുന്ന അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ കെട്ടുന്ന കയറ്, അതായത് ഒരു മരിക്കാൻ പോണ ആള് ഒരു മാനസിക വിഭ്രാന്തിയോട് കൂടിയിട്ടാണ് ആ രംഗത്തേക്ക് മരിച്ചേ പറ്റുള്ളൂ. അപ്പൊ അവർക്കുള്ള കയറിന്റെ നീളമോ അറിയാൻ പറ്റൂല. ചില ആളുകൾ മരത്തിന്റെ മുകളിൽ കെട്ടി കയറ് കെട്ടിയിട്ട് ഒരു കയറിന്റെ തല മരത്തുമ്പോൾ കെട്ടി മറ്റേ തല കഴുത്തിലും കെട്ടി ചാടും. ഈ ചാടി കഴിഞ്ഞാൽ ചിലവര് നിലത്തമർന്നു. കാരണം ഞാൻ കെട്ടിക്കണമെന്നുള്ള കാഴ്ചപ്പാടിന് ചിലപ്പോൾ നിലത്തടിച്ചു പോകുന്നുണ്ട്. ചില ആളുകൾ മുട്ടുത്തി നിൽക്കുന്നത്. ഈ ഒരു ബോഡി തൂങ്ങി മരിച്ച് നിലത്ത് മുട്ടുത്തി നിൽക്കുകയാണെങ്കിൽ പല ആളുകളും പറയും ഇത് നിലത്ത് ബോഡി തട്ടി നിൽക്കുകയാണ്, അത് കൊലപാതകമാണെന്ന് പറയും. പക്ഷെ അതൊക്കെ പോലീസും ഡോക്ടർമാരുമാണ് അതിൻ്റെ സ്ഥിരീകരണം. നമുക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളോ അതിനെ നോക്കാനുള്ളതോ ഒന്നുമില്ല. കാരണം നമ്മൾ ആ ബോഡി എങ്ങനെയാണ് കിടക്കുന്നത്, എങ്ങനെയാണ് നിൽക്കുന്നത് വെച്ചാൽ അത് എടുത്ത് അത് പോലീസിനെ അയക്കുന്നു, പോലീസിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നല്ലാണ്ട് മറിച്ച് അത് ഇങ്ങനെ തൂങ്ങി നിൽക്കണം, മുട്ടുത്തി നിൽക്കണം, ഇരിക്കണമെന്നൊന്നും പറയാൻ നമ്മൾ ആളല്ല. അങ്ങനെ പല സമയത്തും ബോഡി നമ്മൾ സേഫ് ആയിട്ട് അവരെ ഏൽപ്പിക്കണം. പിന്നെ ശേഷമാണ് ഇൻക്വസ്റ്റ് ആണെങ്കിൽ പിന്നീട് തീരുമാനിക്കും. നിങ്ങളെ സഹായം മാത്രം അവിടെ എപ്പോഴും കൊടുക്കും. പിന്നെ എനിക്ക് അടുത്ത ഒരു സംശയമല്ല, ജനങ്ങൾ എന്താ പറയാ, ഇപ്പൊ ഒരു പഴയ ബോഡി, ഇപ്പൊ ഒരു 8 ദിവസം 10 ദിവസം പഴക്കമുള്ള ബോഡി എടുക്കാൻ പോയിരിക്കുന്ന ആള്, അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും പുഴ ദ്രവിച്ചിട്ടുണ്ടാവും. അപ്പൊ എല്ലാരും പറഞ്ഞു കേൾക്കുന്നത് എന്താ, ചിലപ്പോ മൂപ്പര് വെള്ളടിച്ചിട്ടുണ്ടാവും, മൂപ്പര് കഞ്ചാവായിട്ട്. അതിനെപ്പറ്റി ജസ്റ്റ് എന്താ എനിക്കൊന്ന് അറിയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നെന്താ വെച്ചാല് ഇത്രയും കാലത്തിൽ ഇപ്പൊ 42 വർഷം, എൻ്റെ 17 വയസ്സിൽ തുടങ്ങിയതാണ് ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനം. പക്ഷെ ഇന്നത്തെ ഈ സമയം പോലും നമ്മളൊരു ബോഡി എടുക്കാൻ വേണ്ടി ഒരു മരണപ്പെട്ട് വികൃതമായ പഴക്കം ചെന്ന ഒരു ബോഡി എടുക്കാൻ പോലും ഇന്നത്തെ സമയം വരെ ഒരു സിഗരറ്റ് പോലും പുകവലി പോലും ഇല്ല. അതുപോലെ തന്നെ അങ്ങനെ തന്നെ എടുത്ത് അതോടൊപ്പം നമ്മൾ പഴക്കം ചെന്ന ബോഡി 10 ദിവസം 8 ദിവസം 9 ദിവസം 10 ദിവസം പഴക്കമുള്ള ബോഡിയാണെങ്കിൽ ആ ബോഡീൻ്റെ മുകളിൽ പുഴുക്കൾ അകറ്റാൻ അല്ലെങ്കിൽ മണം ഇല്ലാതാക്കാൻ ആ ബോഡീൻ്റെ മുകളിൽ നമ്മൾ പെനോയിലോ അല്ലെങ്കിൽ ഡെറ്റോളോ അല്ലെങ്കിൽ മണ്ണെണ്ണ അല്ലെങ്കിൽ ഡീസലോ ഒരു സാധനം ആ മൃതശരീരത്തിൻ്റെ മുകളിൽ ഒഴിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ മയക്കുമരുന്നൊന്നും അടിക്കുന്നില്ല. ആ ബോഡി നേരെ ഇങ്ങനെ പോകുന്നു, അത് വാരിയടിച്ച് കൈ കൊണ്ട് എടുക്കുന്നു, അത് എടുത്ത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് വെച്ചിട്ട് അത് ഇൻക്വസ്റ്റ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആ ബോഡി നേരെ മോർച്ചറിയിലേക്ക് കൊടുത്തയക്കേണ്ടത് അങ്ങനെ, എന്താണെങ്കിലും അത് കെട്ടിപ്പൊതിഞ്ഞ് ആംബുലൻസ് വെച്ച് കൊടുക്കാൻ വേണ്ടി ഇന്നത്തെ സമയം വരെ സാധിച്ചിട്ടുണ്ട്. അതിൽ ഉറപ്പ് പറയാം. കാരണം ഒരാളോട് ഒരു ചില്ലി കാശ് പോലും ഇന്നത്തെ സമയം വരെ വാങ്ങിയിട്ടില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഒരു തുള്ളി മദ്യപിക്കുന്നില്ല. അതോടൊപ്പം ഈ മരണപ്പെട്ട ബോഡിയുടെ മുകളിലേക്ക് ഒരു സാധനം പോലും എടുക്കണില്ല. പക്ഷെ അതോടൊപ്പം ഞാൻ ഒട്ടുമിക്ക സ്ഥലത്തും ബോഡി എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പല ആളുകളും പണവുമായിട്ട് എൻ്റെ അടുത്ത് സമീപിക്കാറുണ്ട്. കാരണം നിങ്ങളിപ്പോൾ ഒരു ബോഡി എടുക്കാൻ വേണ്ടി വന്നാൽ അസിസ്ക നിങ്ങൾക്ക് വണ്ടിയുടെ ചിലവുണ്ടാവില്ല, പെട്രോൾ അടിക്കണ്ടേ, നിങ്ങൾക്ക് ഇത് കയ്യിൽ വെച്ചു തരുന്നത്. അപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എനിക്കൊരു വീൽ ചെയർ തന്നിട്ട്, അല്ലെങ്കിൽ എനിക്കൊരു വാട്ടർ ബെറ്റ് തന്നേക്ക്, അല്ലെങ്കിൽ ഒരു എയർ ബെറ്റ് തന്നേക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് ആളുകൾ അങ്ങനെ തന്നിട്ടുണ്ട്. അത് ജനങ്ങൾക്കിടയിൽ ഒട്ടനവധി ആളുകൾക്ക് അത് ഉപകാരമായിട്ടുണ്ട്. കട്ടിൽ പോലുള്ള, വീൽ ചെയർ പോലുള്ള, വാട്ടർ ബോട്ട്, എയർ ബെറ്റ്, ഓക്സിജൻ, ഫീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് കേട്ടിട്ടൊക്കെ പല ആളുകളും തന്നതുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ആശങ്ക വേണ്ട. ഒരു ഉറുപ്പ്യ ഇന്നത്തെ സമയം വരെ ആളുകളും വാങ്ങിയിട്ടില്ല. അതോടൊപ്പം ഈ ബോഡിയുടെ മുകളിൽ ഒരു സാധനം ഒഴിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഞാനും മദ്യപിച്ചിട്ടോ പുകവലിച്ചിട്ടോ അല്ല ഈ ബോഡി എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം എൻ്റെ ഞാൻ തന്നെ ഞാൻ TDRFിൻ്റെ അംഗമായപ്പോൾ ഇതിലുള്ള കുറേ ആളുകൾ അവരും ഇന്നത്തെ സമയം വരെ ഒരു ചില്ലിക്കാശ് വാങ്ങിയിട്ടുമില്ല. ഒരു പുഴുവാണെങ്കിലും എന്താണെങ്കിലും അതേമാതിരി വായി എടുത്ത് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് അതിശയം തോന്നിയ കാര്യങ്ങൾ, ഒരുപാട് അവാർഡ്സ്, സർട്ടിഫിക്കറ്റ്സ്, പിന്നെ പേപ്പർ കട്ടിങ് പലതും കാണുന്നത്. ഇതിനെ പറ്റി കുറച്ചൊക്കെ നമ്മൾ കാണികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. തീർച്ചയായും ഇത്രയും വർഷങ്ങളായിട്ട് പറ്റിയ ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാം അല്ലേ? തീർച്ചയായും 42 വർഷമായിട്ട് എൻ്റെ നാട്ടുകാർ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, പൗരപ്രമുഖർ, രാഷ്ട്രീയ പാർട്ടി ആളുകൾ ഇതിൽ എടുത്തു പറയേണ്ടത് എന്താ വെച്ചാൽ, ഒന്നും മറിച്ച് വെച്ചാൽ കേരളത്തിൽ ഇന്ന് എത്ര രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ അവരൊക്കെ എന്നെ നല്ല രീതിയിൽ ആദരിച്ചിട്ടുണ്ട്.
അതിലും എടുത്തു പറയുന്നതാണ് ഒന്ന് CK പത്മനാഭൻ. BJP ഉണ്ടാകുന്ന CK പത്മനാഭൻ. അദ്ദേഹം ഞങ്ങൾക്ക് ഇവിടുന്ന് സേവാ തണ്ടാമടം ഒരുക്കിയിട്ടുള്ള ഒരു പുരസ്കാരം. പിന്നെ കുമ്മൻ രാജശേഖരൻ സാറായിട്ട് ഞാൻ അടുത്ത ബന്ധമാണ്. അതുപോലെ പിന്നെ BJPയുടെ ഫോട്ടോ ഒരു ഇതാണ് മുഴുവൻ. പിന്നെ അതോടൊപ്പം തന്നെ ശശികല ടീച്ചർ ഞങ്ങൾ ബാബാ സുരേഷിന് ഒരു പരിക്ക് പറ്റി. ബാബാ സുരേഷ് വീട്ടിൽ റെസ്റ്റിൽ കഴിയുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെ, അതോടൊപ്പം ശശികല ടീച്ചർ നമ്മുടെ സ്നേക്ക് ബാബാ സുരേഷിന്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോഴും അദ്ദേഹം കോഴിക്കോട് വരുമ്പോഴും, അതോടൊപ്പം തന്നെ സുജിത്ത് വയനാട് തന്നെ വയനാട്ടിലെ വലിയ ഈ നീർക്കോലി രാജഗോപാലിനെ വരെ അനായാസം പിടിച്ച് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അതുപോലെ സംഗീത ബാബു വലായതിന്റെ മകൾ സംഗീത ഇപ്പോഴും നമ്മൾ സുഹൃത്തുക്കളാണ്. ഇവിടെ അടുത്ത് കുളത്തുറ. പിന്നെ മുജീബ്, പിന്നെ എടക്കര, അതായത് നിലമ്പൂര് പിന്നെ മുജീബ് വൈക്കടവ് നമ്മുടെ സുഹൃത്തുക്കളാണ്. പിന്നെ തൃശ്ശൂർ, എറണാകുളം, അങ്ങനെ ഒട്ടുമിക്ക, അതായത് സ്നേക്ക് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് രക്ഷാപ്രവർത്തനത്തിന്റെ കൂടെ അസീസ്ക ഈ എല്ലാത്തരം പാമ്പിനെയും പിടിക്കാൻ പോകുന്നുണ്ട്. അത് ഞാൻ ഇപ്പോഴും സത്യത്തിൽ കുറച്ചായിട്ടാണ്. അത് സത്യത്തിൽ എല്ലാ പാമ്പിനെ പിടിക്കുക എന്ന് പറഞ്ഞാല്, പാമ്പിനെ പിടിക്കണമെങ്കിൽ ശരിക്കും സർക്കാർ ലൈസൻസ് വേണം, അതിനുള്ള അംഗീകാരം വേണം. പിന്നെ ഈ അലക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു സർപ്പത്തിനെ പിടിച്ചിട്ട് അതിന് വാല് പിടിച്ച് വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു പെരുമ്പാമ്പിനെ പിടിച്ചിട്ട് അതിനെ പിടിച്ചിട്ട് പൊതുദർശനത്തിന് ആളുകൾ സഹായിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് പലതും. അതായത് അത് ഏറ്റവും ജീവികളാണ്. അപ്പൊ ഇത്രയും പല രീതിയിൽ പ്രദർശിപ്പിക്കാൻ ആളുകൾ. പക്ഷെ അതിനൊന്നും ഞങ്ങൾ തയ്യാറില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവകാരുണ്യ പ്രവർത്തകരാണ്. അപ്പോൾ അവരെ വീട്ടിൽ പെട്ടെന്ന് ഒരു ബാത്റൂമിൽ കയറിയപ്പോൾ സമയത്ത് അവിടെ ഒരു പാമ്പ് വന്നു. അപ്പോൾ ആ വീട്ടുകാർ പെട്ടെന്ന് ആകെ വേജാറെടുക്കുന്ന സമയത്ത് നമ്മൾ ഓടിയെത്തായി, കരച്ചിട്ട് കേട്ട് ഓടിയെത്തുന്ന സമയത്ത് മോർക്കനായി. അപ്പം നമുക്ക് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ ഒരു ചാക്കിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു തലാനക്കവർ എടുത്തിട്ട് അതിനെ ഒരു പൈപ്പ് വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അതിനെ കയറ്റുന്നുണ്ട്. പിന്നെ ചില സമയത്ത് ഇപ്പം ഭാര്യയും ഭർത്താവും അതിന് കല്യാണം കഴിച്ച് അവർ സുഖമായിട്ട് വീട്ടിൽ കിടക്കുന്ന സമയത്തായിരിക്കും ഏറ്റവും മുകളിൽ തട്ടിൻ്റെ മുകളിൽ ഒച്ചപ്പാട് കേൾക്കുക. ഒരിക്കലും ഈ പഠിച്ചില്ല. അപ്പൊ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ മരപ്പട്ടി മക്കൾ വെച്ചിട്ട് പായുന്നതായിരുന്നു. അപ്പൊ വീട്ടുകാരാകെ ഇതൊക്കെ പിടിച്ച് കുലുങ്ങുന്ന സമയത്ത് പേടിച്ച് ഞങ്ങൾ വിളിക്കും. അപ്പൊ ചെന്നുമ്പോൾ മരപ്പട്ടിയായിരുന്നു ചിലപ്പോൾ അങ്ങനെ. അതായത് വെറുതെ മാത്രമല്ല, അപ്പം ഒരു പട്ടീൻ്റെ കഴുത്തിൽ പാത്രം കുടിക്കും. പട്ടിക്ക് കണ്ണ് കാണാതെ പട്ടി നട്ടോട്ട് കൂട്ടുകയാണ്. ചില സമയത്ത് മുന്നിൽ മരത്തിൽ ചില കിടന്നു പോകും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമയം. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ ആളുകൾ വിളിക്കാൻ സമയം കിട്ടാതെ വരും. അപ്പോൾ ആ സമയത്ത് എന്താണോ നമ്മൾ വിളിച്ച് പറയുന്നത് അത് പോയിട്ട് ജനങ്ങളെ ആശങ്ക അകറ്റാനുള്ളതാണ് ഇന്നത്തെ സമയം വരെ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ എനിക്കൊരു പാമ്പ് പിടുത്തത്തിന് ലൈസൻസ് ഇല്ല, പട്ടി പിടിക്കാനുള്ള ലൈസൻസ് ഇല്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ 2-3 പ്രാവശ്യം ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ആളാണ്. അതോടൊപ്പം അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ അറിയാതാണ്. എനിക്കും അറിയാം ലൈസൻസ് ഇല്ലാതെ ഇങ്ങനെ പോലത്തെ ഈ ഇതിനെ പാമ്പിൽ നിന്നും പിടിക്കരുതെന്ന് എനിക്കറിയാം. പക്ഷേ നിയമങ്ങളറിയാം. പക്ഷെ യാദൃശ്യമായിട്ട് ആരെങ്കിലും പെട്ടെന്ന് ഉണ്ടാകുന്ന സമയത്ത് അവരെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ ആശങ്ക അകറ്റുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പിടിച്ചു പോകുന്നതാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് സുരക്ഷിതാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് മാതൃഭൂമിന്റെ നഗരം, അതായത് 2008 ഏപ്രിൽ 2 ഒരു ആഴ്ചപ്പതിപ്പാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഒരു ഓഖി ദുരന്തം കോഴിക്കോട് കടലോര പ്രദേശത്ത്, അതായത് ഉണ്ടായിട്ടുള്ള ആഞ്ഞു വീശിയ ചുഴലിക്കാറ്റിൽ ഒട്ടനവധി, അതായത് 24 ആളുകളാണ് മരണപ്പെട്ടത്. ഈ 24 ആളുകൾ മരണപ്പെട്ടപ്പോൾ ഇത് കോഴിക്കോടിൻ്റെ വിവിധ പ്രദേശത്താണ് ഈ ബോഡി അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ 24 ബോഡിയും പിന്നെ ബേപ്പൂർ വഴി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെച്ച് മോർച്ചറിയിൽ അത് ഉത്തരവാദിത്തപ്പെട്ട അവരെ കുടുംബങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി സാധിച്ചപ്പോൾ അന്ന് മാതൃഭൂമി പത്രം വളരെ ക്ലിയറാക്കി എഴുതിയിട്ടുള്ളതാണ്. ഇതെന്ന് പറഞ്ഞ ഇത് ശില്പ എന്ന് പറഞ്ഞ ഒരു കുട്ടിൻ്റെ ബോഡിയാണ്. ശില്പ എന്ന് പറഞ്ഞ കുട്ടിൻ്റെ ബോഡിയാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിൽ വീണ് പിന്നെ മരണപ്പെട്ട് 2 ദിവസം പഴക്കമുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള മാതൃഭൂമി, മനോരമ, മാധ്യമം, അങ്ങനെയുള്ള എല്ലാ പത്രത്തിലുള്ള ഇതെന്ന് പറഞ്ഞാൽ കടലുണ്ടി ട്രെയിൻ അപകടത്തിൽ നിന്ന് ഒരു 13-14 വയസ്സായ വയറിന് അടിച്ച് പാട്ട് പാടുന്ന ഒരു നാടോടി കുട്ടിയുടെ ഒരു ബോഡിയാണിത്. ഇത് പൂക്കിപ്പറമ്പ് ബസ് അപകടത്തിൽ അന്ന് മോർച്ചറിയിൽ ഉണ്ടായിട്ടുള്ള രംഗങ്ങളാണ്. അങ്ങനെ ഒട്ടനവധി പത്രങ്ങളും പിന്നെ ഇതൊക്കെയാണ് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതൊക്കെ ഒരുപാടുണ്ട്. ഇതൊക്കെ ഒക്കെ
എടുക്കാണ് ഒരുപാട് ഒരുപാട് അതിൻ്റെ അത് എടുക്കാനുണ്ട്, അങ്ങനെയുള്ളതാണ്. പിന്നെ ഇവിടെ ഇത് പിന്നെ BJPൻ്റെ കുമ്മനം രാജശേഖരൻ അദ്ദേഹം പിന്നെ എനിക്ക് നൽകിയിട്ടുള്ള ഒരു ആദരവിൻ്റെ ഫോട്ടോസാണ് അതുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഇത് കോഴിക്കോട് ട്രാഫിക് സിഗ്നൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ട്രാഫിക്കിൻ്റെ ബോധവൽക്കരണം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അന്ന് എടുത്തിട്ടുള്ളൊരു ഫോട്ടോസാണ്. ഇത് കോഴിക്കോട് മേയറാണ്, ഇത് കോഴിക്കോട് കലക്ടറാണ്, ഇത് കോഴിക്കോട് പോലീസ് കമ്മീഷണർമാരാണ്. ഇതൊക്കെ മുമ്പത്തെ പോലീസിൻ്റെ തലപ്പത്തുള്ള ഉന്നത ആളുകളാണ്. അപ്പോൾ ഇത് പറഞ്ഞാൽ കോഴിക്കോടത്തെ പൗരപ്രമുഖരായ ഒട്ടുമിക്ക ആളുകളും പാടെ കൂടെ അന്ന് എനിക്ക് അവർ നൽകിയിട്ടുള്ള ഒരു മൊമെൻറ്റോ ആണിത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് എല്ലാ സ്ഥലത്തും ഈ ഒരു സാധനം ഗുജറാത്തിൽ നിന്ന് നമ്മളെ പിന്നെ ഡോക്ടർ കഫീൽ ഖാൻ അദ്ദേഹം അവിടെ ഒരു പരിപാടി ഉണ്ടായപ്പോൾ ആ പരിപാടിയിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മൊമെൻറ്റോ ആണ്. ഇതിലൊക്കെ തന്നെ പല രാഷ്ട്രീയ പാർട്ടിക്കാർ ജാതി ഭേദമന്യേ ഒട്ടനവധി, അതായത് കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എനിക്ക് തന്നിട്ടുള്ള മൊമെൻറ്റോകളാണ് ഈ കാണുന്നതൊക്കെ എല്ലാം. അതിൽ ഇതെന്ന് പറഞ്ഞാൽ ഇത് അമേരിക്കൻ്റെ ഒരു അവാർഡാണ്. അമേരിക്കൻ്റെ അവാർഡ് എന്ന് പറഞ്ഞാൽ അമേരിക്ക പോയി മേടിച്ചതല്ല. ഇതെന്ന് പറഞ്ഞാൽ സാമൂഹ്യ സംസൃഷ്ടി പുരസ്കാരം, അതായത് അമല പിന്നെ അവർ ഏർപ്പാടാക്കിയതാണ്. ഇത് 25,000 ഉറുപ്പിയും പ്രശംസാപത്രവും പരകുള്ളതാണ്. ഇത് ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമായി നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കൂടി തന്നിട്ടുള്ള ഒരു മന്ത്രമാണ്. അങ്ങനെ ഒരുപാടുണ്ട്. ഇതൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ മാറ്റി മുഴുവൻ വെക്കാനും ഇതൊക്കെ അങ്ങനെ ഒട്ടുമിക്ക. പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ ഇത് കേരളത്തിൽ അതുപോലെ തന്നെ ഇത് വേറൊരു ഇതാണ്. ഇത് പിന്നെ മരിച്ചുപോയ അന്തരിച്ച നമ്മളെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പിന്നെ MK രാഘവൻ, മറ്റു മന്ത്രിമാർ, MLA സിദ്ദീഖ് ഉൾപ്പെടെയുള്ള സാമൂഹിക രംഗത്തുള്ള ഒട്ടുമിക്ക ആളുകളും പാടെ കൂടിയിട്ട് എനിക്ക് അന്ന് നൽകിയിട്ടുള്ള ഒരു മൊമെൻറ്റോ ആദരവൊക്കെയാണ്. ഇതുപോലെ ഒരുപാടുണ്ട്. ഇതുപോലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടിക്കാർ, അതുപോലെ പിന്നെ എല്ലാം DYFI, അതോടൊപ്പം തന്നെ AKG ചാരിറ്റബിൾ സൊസൈറ്റി, അങ്ങനെ ഒട്ടുമിക്ക ആളുകളും തന്നിട്ടുള്ള, അതായത് കേരളത്തിനകത്തും പുറത്തുള്ള ഒരുപാട് ആളുകൾ തന്നിട്ടുള്ള മൊമെൻറ്റോകളും പുരസ്കാരങ്ങളുമാണിത്. എന്നിരുന്നാലും ഇതിലൊക്കെ സന്തോഷം തോന്നുന്നതെന്ന് വെച്ചാൽ എൻ്റെ നാട്ടുകാരായ ഒട്ടുമിക്ക ആളുകളും എന്നോടൊപ്പം എൻ്റെ ഈ സഹായത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ. ഇത് ഈ പാലക്കാട് പോലീസ് തന്നിട്ടുള്ളതാണ്. പാലക്കാട് സ്റ്റേഷനിൽ അവർ തന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ആളുകളും, പിന്നെ വ്യാപാര വ്യവസായി, അതോടൊപ്പം മറ്റു ആളുകൾ, സംഘടകർ, ഒരുപാട് ആളുകൾ തന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പേ AK ശശീന്ദ്രൻ, വനവകുപ്പ് മന്ത്രി, അദ്ദേഹം തന്നിട്ടുള്ള പുരസ്കാരമാണ്. അങ്ങനെ കേരളത്തിൻ്റെ അകത്തും പുറത്തുമായിട്ടുള്ളത് അത് ആ സെൻറ്ററിലുള്ളത് അത് പിന്നെ കോസ്റ്റൽ പോലീസ്, അതായത് ബേപ്പൂർ കോസ്റ്റൽ പോലീസിൻ്റെ അവർ തന്നിട്ടുള്ളതാണ് ആ സാധനം. അങ്ങനെ പിന്നെ കാര്യം ചെറുതാക്കല്ല വലുതാക്കല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും രാഷ്ട്രീയ പാർട്ടിക്കാർ, സന്നദ്ധ സംഘടനകൾ, BJP, അതായത് പിന്നെ കോഴിക്കോട് സൗഹൃദ വേദി, ഇത് പിന്നെ ഇങ്ങനെ കാളിരാജ് മഹേഷ് കുമാർ IPS സിറ്റി പോലീസ് കമ്മീഷണർ ദൈവം പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം ഇറക്കിയ ആ സമയത്ത്, അതായത് അങ്ങനത്തെ ആളുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നിട്ടുള്ളതാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ജീവിതത്തിൽ ഒട്ടനവധി പിന്നെ അവാർഡുകൾ ഓരോന്നിടത്ത് കാണാൻ ശ്രമിച്ചാലും ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ വിജ്ഞാന മന്ദിര സമർപ്പണം, ശാന്തിഗിരി ആശ്രമം കക്കോടി ബ്രാഞ്ചിൽ ഇപ്പം നാൾ ഉണ്ടായിട്ടുള്ള അവിടുന്ന് അവർ ആ സ്വാമി തന്നിട്ടുള്ളതാണ്. ഇതൊക്കെ വലിയ വിലപിടി. പിന്നെ സൗദി അറേബ്യയിൽ നിന്ന് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ മൃതശരീരം കൊണ്ടുവന്ന ഒരു ബോക്സാണ്. ഇതിൽ ഇപ്പം മറ്റു സാധനങ്ങളൊക്കെ ഇട്ടുകണെങ്കിലും ഇതൊക്കെ തുറന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ ഒന്നുമില്ല. ഇതിലിപ്പോൾ നമ്മൾ മറ്റുള്ള ടൂറിസ്റ്റുകളും മറ്റൊക്കെ ഉള്ള സാധനങ്ങൾ. സൗദിൻ്റെ സീൽ സൗദിൻ്റെ ഇത് സൗദി അറേബ്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബോഡി കൊണ്ടുവന്ന ഇതുപോലെ ബോക്സ് ഇനി താഴത്ത് വേറെ. പിന്നെ അതോടൊപ്പം പിന്നെ അടുക്കളയിലെ റേക്ക്. പിന്നെ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിനെ കിടത്തി കൊണ്ടുവന്നിട്ടുള്ള ഒരു ബോക്സാണ് ഇത്. ബോംബെന്ന് കൊണ്ടുവന്ന ഒരു ബോക്സാണിത്. അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യമൊക്കെ ഇതിലുണ്ട്, ഫുള്ള് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ട സമയത്ത് കൊണ്ടുവന്ന ബോക്സുകളും മറ്റുള്ള സാധനങ്ങളാണ് ഇതിൽ കിടക്കുന്നത്.
ഇത്തരം സാധനങ്ങൾ മുഴുവനും റെസ്ക്യൂ പ്രവർത്തനത്തിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഓരോ സാധനങ്ങൾ. ഇത് സേഫ്റ്റി റിങ് അല്ലേ? സേഫ്റ്റി ബെൽറ്റ്, ജാക്കറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇത് നമ്മൾ മൃഗങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ ശരീരം ഒക്കെ വികൃതമായി എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റുകളാണ്. ഇത് ഹെവി നെറ്റാണ്. അതായത് ഇതിൽ ഏത് സമയം എത്ര വലിയ വെയിറ്റുള്ള സാധനങ്ങൾ ഇതിൽ കയറ്റി അതൊക്കെ റിങ്ങും മറ്റുള്ളവർക്കാണ്. ഫുൾ ഐറ്റംസ് ഉണ്ട്. ഫുൾ ഐറ്റംസ്. ഇതൊക്കെ വലിയ വലിയ മറ്റു ഇതൊക്കെ വലിയ റോപ്പാണ്. ഇതൊക്കെ വലിയ റോപ്പുകളാണ്. പിന്നെ ആ കാണുന്ന സാധനങ്ങൾ, അതിലുള്ള സാധനങ്ങൾ മുഴുവനും ഇതൊക്കെ ഒരാളെ ഇൻവെസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പിന്നെ അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിപ്പോൾ പോലെ മാസ്ക്, ഗ്ലൗസ്, സ്പ്രേ, പിന്നെ അളവെടുക്കാനുള്ള കയറുകൾ, പിന്നെ കത്തി, ടേപ്പ് ഉള്ള കയറ്, ബോഡി കെട്ടാനുള്ള ഗ്ലൗസിലുള്ള സാധനങ്ങളാണ് എല്ലാം. ഇമ്മീഡിയറ്റ് എല്ലാം ഈ ബൈക്കിൽ വെച്ചിട്ട് എല്ലാം ബൈക്കിൽ വെക്കും. ഇത് സർജിക്കൽ ബ്ലേഡാണ്. വളരെ ഭയങ്കരത്തിലുള്ള സാധനമാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കിന്റെ മയക്കോട്ടുകളാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചീഞ്ഞളിഞ്ഞ പൊടിയാണെങ്കിൽ ഇത്. പിന്നെ ഇതൊക്കെ ഷൂ പോലുള്ള സാധനങ്ങളാണ്. അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ആവശ്യമുള്ളത്. അതായത് അതോടൊപ്പം തന്നെ വലിയ മാരകമായ സൂക്കറിലാണെങ്കിൽ ഇത് പി പി കിറ്റാണ്. നമ്മുടെ നിപ്പ, ഓക്കി, അതോടൊപ്പം അങ്ങനെ വരുന്ന മാരകമായിട്ടുള്ള സൂക്കർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഫുൾ കിറ്റ് അല്ലേ? ഫുൾ കിറ്റ് എല്ലാം. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ബൈക്കുമായിട്ട് ഞങ്ങൾ പോകും. ഈ ബൈക്കായിട്ടാണ്. ഇതാണ് ഉപയോഗിക്കുന്ന ബൈക്ക്. ഈ ബൈക്കിലും ഗ്ലൗസ്, മാസ്ക് എല്ലാം സദാസമയം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ഒരു റെസ്ക്യൂ പോകുന്ന സമയം, നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോയിരിക്കും. അപ്പൊ അവിടെ നമ്മൾ എത്തിപ്പെടുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പോകും. അപ്പൊ എല്ലാ സാധനവും നിങ്ങൾ സേഫ്റ്റി ആൾറെഡി നിങ്ങളുടെ ബൈക്കിലുണ്ടാവും. അപ്പോൾ അസീസ് ഖാൻ്റെ വീട്ടിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം സംസാരിച്ച് ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം മാക്സിമം ഒരു 60-70% ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പറയാനുണ്ട്, പറഞ്ഞാൽ തീരൂല. അത്രക്കും റെസ്ക്യൂ പ്രവർത്തനം നടത്തിയൊരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത് അസീസ് ഖാൻ. ഒരുപാട് പരിചയപ്പെടുത്തി കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും പിന്നെ എല്ലാവരും കേട്ടിരുന്ന എല്ലാവർക്കും അതിശയം തോന്നിയിട്ടുണ്ടാവും. ഇങ്ങനത്തെ മനുഷ്യന്മാർ നമ്മളെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ. കാരണം ഇത്രയും ജനങ്ങളെ സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനും ഏത് സമയത്തും ഓടി വരാനും ആൾക്കാരുണ്ടെന്ന് തന്നെ വലിയ അതിശയമുള്ളൊരു കാര്യം. അതിശയമല്ല, ശരിക്കും പോലീസ് മുതൽ ഡോക്ടേഴ്സ്, പിന്നെ മോർച്ചറി, പിന്നെ ഫയർ സർവീസ്, എല്ലാരും ലാസ്റ്റ് വിളിക്കുന്ന ഒരു അത്താണി. അടുത്ത തൊട്ട വർഷം നേവിയിൽ പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരാള് ഇവിടെ, പിന്നെ ഒരു പ്രശാന്ത് എന്ന് പറഞ്ഞ ആള്, അയാൾ നേവി ഉദ്യോഗസ്ഥനായി. അയാൾ ബോംബെയിൽ വെച്ച് മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ബോഡി കരിപ്പൂർ എയർപോർട്ടിലെത്തി. രാത്രി കാലങ്ങളിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത് കൊണ്ടുവന്ന് അതായത് എംബാം ചെയ്ത ബോഡി ആയതുകൊണ്ട് ആളുകളെ കണ്ണ് എരിയും ഈ പട്ടം തുറക്കുമ്പോൾ. അത് തുറന്ന് ആ ബോഡി എടുത്ത് ഫീസറിലേക്ക് വെക്കാനും പിറ്റേന്ന് അതിരാവിലെ തന്നെ എത്തി. അതായത് സലീം കൊമ്മേരി എന്ന് പറഞ്ഞ ഒരു അദ്ദേഹവും അതോടൊപ്പം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. ഈ രണ്ടാളുകൾ വിളിച്ച പ്രകാരം ഞാൻ ഓടിയെത്തി. പിറ്റേന്ന് രാവിലെ ഞാൻ എത്തിയിട്ട് ബോഡി കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഈ ഇവരെ യൂണിഫോം പിന്നെ നേവിക്കാരെ ഫുൾ യൂണിഫോമും തൊപ്പിയൊക്കെ വെച്ചിട്ട് എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്തത് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ആൾക്ക് അറിഞ്ഞിട്ടുള്ളത്. അപ്പം ഒട്ടുമിക്ക ആളുകൾ ഏത് സമയത്ത് വിളിച്ചാലും ഏത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഏത് പാവപ്പെട്ടവനാണെങ്കിലും ആരാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് വിടുന്ന ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരുപാട് റെസ്ക്യൂവിൻ്റെ ജനങ്ങളെ മനസ്സിലാക്കാൻ പറ്റി. എങ്ങനെയാണ് റെസ്ക്യൂ നടക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ എടുക്കുന്ന സാഹസികത. അതിന്റെ റിസ്ക് ഒന്നും ശരിക്കും ആർക്കും അറിയില്ല, സംഭവം അറിയില്ല. എല്ലാവരും ഒരു വന്ന് പ്രവർത്തിച്ച് പോയി, അല്ലെങ്കിൽ ഫയർഫോഴ്സ് വന്ന്, പിന്നെ പോലീസ് വന്ന് എന്നൊക്കെ കേൾക്കുന്നു. ഇതിന്റെ ഉള്ളിലെ കഥകളൊന്നും ആർക്കും അറിയില്ല. അത്രയും കഥ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ എന്തായാലും പിന്നെ സമൂഹത്തിനിടയിൽ, കാരണം നമ്മൾ ജനിച്ച് നമ്മൾക്ക് ഏത് നിമിഷവും നമ്മുടെ മരണം ഉണ്ടാകും. ആ സമയത്തിനിടയിൽ സഹജീവികളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ ജീവനോടുള്ള ഒരാളെ ഒരുപാട് ആളുകൾ സഹായിക്കാനും പിടിക്കാനൊക്കെ ഉണ്ടാവും. പക്ഷെ മരിച്ച് 2-3 ദിവസം കഴിഞ്ഞ് ദുർഗന്ധം വിരമിക്കുന്ന ആ ബോഡീൻ്റെ അടുത്തേക്ക് അച്ഛനായാലും അമ്മയായാലും ബാപ്പയായാലും ഉമ്മയായാലും ആരും പെട്ടെന്ന് കടന്നു ചെല്ലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് കടന്നു വരാൻ ഞാൻ ഉൾപ്പെടെ ലോകത്ത് ഞാൻ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷേ
പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾക്ക് എന്ത് വേണം, സാമ്പത്തികമാണ്, അല്ലെങ്കിൽ മറ്റെന്ത് വേണം, മദ്യം വേണം, അല്ലെങ്കിൽ പിന്നെ പല രീതിയിലുള്ള ആളുകളുണ്ട്. പക്ഷേ എടുത്ത് ഇതുപോലെ തന്നെ ചെല്ലാനും അവിടെ ചെന്നിട്ട് നമ്മളാൽ കഴിയുന്ന സേവന പ്രവർത്തനം ചെയ്യാനും ഞാൻ ഉൾപ്പെടെയുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ TDRF താലൂക്ക് ദുരന്ത റെസ്പോൺസ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ടീമിനുണ്ടാക്കിയിട്ടുണ്ട്. എന്നെക്കാട്ടിലും കളർഫുള്ളായിട്ട് ചെയ്യാൻ താങ്ങും തണലുമായ ഒട്ടനവധി യുവാക്കളാണ് അതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്കെന്ന് മാത്രമല്ല, നാട്ടുകാരായ നിങ്ങൾക്ക് ആർക്കും ആശങ്ക വേണ്ട. അതോടൊപ്പം അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിൽ കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആർക്ക് എന്ത് പ്രയാസം ഉണ്ടാകുമ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള, ഞങ്ങളുടെ TDRFൻ്റെ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടാവും എന്നുള്ള മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഇത് എപ്പിസോഡോട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് വേണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ അബ്ദുൽ അസീസ് ഖാനെ ഒരുപാട് താങ്ക് യു പറയാം എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട്. താങ്ക് യു വെരി മച്ച്.